Hello friends, അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു TWS ആണ്. ഒരു പുതിയതായിട്ട് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത നമ്മുടെ ബോട്ടിൻ്റെ, അതായത് മെയ്ഡ് ഇൻ ഇന്ത്യൻ ബ്രാൻഡ് ആയിട്ടുള്ള ബോട്ടിൻ്റെ ഒരു പുതിയൊരു TWS ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി 2-3 ദിവസം മുമ്പ് ലോഞ്ച് ആയിട്ടുള്ളത്. ഇതിൻ്റെ പേര് വരുന്നത് നമ്മുടെ ബോട്ട് എയർഡോപ്പ് 131 Pro എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടായിരിക്കും. ഒരു ഗ്രീൻ കളറാണ് നമുക്ക് വന്നേക്കുന്നത് കേട്ടോ. ഇത് ആക്ച്വലി നമുക്കൊരു ഞാൻ പറഞ്ഞല്ലോ പുതിയ മോഡലാണ്. 11mm ഡ്രൈവറാണ് വരുന്നത്. അതുപോലെ നമുക്ക് 45 hour വരെ നമുക്ക് ബാക്കപ്പും കാര്യങ്ങളൊക്കെ തരുന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രോ മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു ഡിഫറൻസ്. അതുപോലെ തന്നെ ENC കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് എൻവറോൺമെൻറ്റൽ നോയ്സ് ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ANC എന്നില്ല, ENC ഉണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് 5.3 ആണ് വരുന്നത്. ലേറ്റസ്റ്റ് ഒരു ബ്ലൂടൂത്ത് ഇതാണ് വരുന്നത്. അത് IVP ടെക്നോളജി എന്ന് പറയുന്ന ബോട്ടിൻ്റെ ടെക്നോളജി വരുന്നുണ്ട്. അതുപോലെ ബീസ്റ്റ് മോഡ് വരുന്നുണ്ട്, അതായത് ലോ ലേറ്റൻസി മോഡ് വരുന്നുണ്ട്. ENX ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ നോയ്സ് റിഡക്ഷൻ സംഭവം ടെക്നോളജി വരുന്നുണ്ട്. IPX-X5 വാട്ടർ സിസ്റ്റം ടെക്നോളജി വരുന്നുണ്ട്. ടച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കളർ നമുക്കിതിൽ മൂന്ന് കളറിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ആക്ച്വലി ഇത് നമ്മുടെ ഈ കളർ, പിന്നെ ബ്ലാക്ക്, പിന്നെ ഒരു ലൈറ്റ് കളർ വൈറ്റ് പോലത്തെ ഒരു കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. ഇത് ആക്ച്വലി നമുക്ക് 1 touch വോയിസ് അസിസ്റ്റൻറ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. മോഡൽ നെയിം ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ബോട്ട് എയർഡോപ്പ് 131 Pro എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളത് സീൽഡ് ബോക്സ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ സംഭവം കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നിങ്ങൾക്ക് കളർ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റും. 3-4 കളേഴ്സ് ഉണ്ട്. ആക്ച്വലി ഈ കളറൊക്കെ കുറച്ചുകൂടി ഫെമിനൈൻ കളറായി തോന്നും, പക്ഷേ കുഴപ്പങ്ങളൊന്നുമില്ല, ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഒരു വെറൈറ്റി കളർ, നമ്മൾ ഒരു വൈറ്റും ബ്ലാക്കും അല്ലാത്ത കളേഴ്സ് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കളർ എടുത്ത് നോക്കാം, കുഴപ്പങ്ങളൊന്നുമില്ല. അത്രയ്ക്ക് ഒരു ഫെമിനൈൻ കളർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ഗ്രീനിഷ് മാറ്റ് ഫിനിഷ് പോലത്തെ ഒരു കളറാണ്. ഞാൻ എന്തായാലും അടുത്ത് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്തായാലും പറയാം. ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോ ഡീറ്റെയിൽസിൽ നമുക്ക് ക്ലോസപ്പ് എടുക്കുമ്പോൾ നമുക്ക് പറയാം. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കാണിച്ചു തരാം. 2990 രൂപയാണ് നമുക്ക് MRP കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കിത് പക്ഷേ ബൈയിങ് പ്രൈസ് വരുന്നത് 1400 താഴെ ഒക്കെയാണ് നമ്മൾ ബൈയിങ് പ്രൈസ് വരുന്നത്. എന്തായാലും ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പോയി വാങ്ങിക്കാട്ടോ. പിന്നെ ഇതിൽ പാക്കേജ് കണ്ടനായിട്ട് നമുക്ക് 2 എക്സ്ട്രാ ഇയർബഡ് യൂസർ മേലെ Type-C കേബിൾ, വാറണ്ടി കേബിൾ, സംഭവം വാറണ്ടി കാർഡ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. മാർക്കറ്റഡ് ബൈ ഇമാജിൻ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അൺബോക്സിംഗ് ഡീറ്റെയിൽസിലേക്ക് പോകാൻ മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിലേക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിൽ പോയി നമ്മൾ ആമസോണിൽ തുടങ്ങി നമുക്ക് ഒരു URL കാണുന്നുണ്ടായിരിക്കും. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിംഗ് കുറച്ചുകൂടി എളുപ്പമാക്കാനുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ നമ്മളൊരു ഹോം പേജ് പോലെ അല്ല, അതിന് ടോപ്പിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് നോക്കാൻ മറക്കാതെ ഇട്ടിട്ട്. അതുപോലെ എന്തെങ്കിലും സംശയിക്കുന്ന കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എല്ലാ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ചെക്കൗട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ എയർഡോപ്പ് 131 Pro എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീൻ കളറാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ബോട്ടിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ 11mm ഡ്രൈവറാണ്, ബോട്ട് സിഗ്നേച്ചർ സൗണ്ട് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ പ്ലേ ബാക്ക് അപ്പ് ടു 45 hour കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് 1 touch വോയിസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ OK ഗൂഗിളും ഉണ്ട്, ഹേസരി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞപ്പോൾ ഇവിടെ ചാടി എന്ന് ചോദിച്ചാൽ. പിന്നെ ബാക്ക് സൈഡിലായിട്ട് അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ പാക്കേജ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പടം ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടറാണ്, മാർക്കറ്റ് ബൈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. MRP ഡീറ്റെയിൽസ് ആയിട്ട് 2990 രൂപ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് കൺസ്യൂമർ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 5 minute ചാർജ് നമുക്ക് 60 minute പ്ലേ ടൈം കിട്ടും. അതൊരു നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ENX ടെക്നോളജി കിട്ടുന്നുണ്ട്, ബീസ്റ്റ് മോഡ് കിട്ടുന്നുണ്ട്, IWP ടെക്നോളജി കിട്ടുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.3 ആണ് വരുന്നത്. IPX-5 വാട്ടർ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. ഈസി ടച്ച് കൺട്രോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിതിൽ അവൈലബിളായിട്ട് കൊടുത്തേക്കുന്നത് ഇവർ. അപ്പോൾ ഇതിൽ നമുക്ക് സീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ സീൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മൾ ബാക്ക് സൈഡിലൊക്കെ സീലുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സീലൊന്ന് പറിച്ചെടുക്കാമെന്നാണ്. മുകളിൽ നിന്ന് നമുക്ക് സീൽ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, 2 സൈഡിൽ നിന്നും പറിച്ചെടുക്കണം എന്നുണ്ട് കേട്ടോ. 2 സൈഡിൽ നിന്നും പറിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഇവിടെ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. എന്താ വെച്ചാൽ ഭയങ്കര തിന്നായിട്ടാണ് കൊടുത്തേക്കണം. അടിയിലത്തെ സീല് പൊട്ടിക്കാൻ ഭയങ്കര പാടിട്ടാ. ഓക്കെ, നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുക്കാം. നമ്മുടെ സീലും പറിച്ചെടുക്കാം. ഓക്കെ, താഴത്തെ സീലിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന മോഡലാണ്. ഇത് എടുക്കണമെങ്കിൽ എന്താ പാട്, ഭയങ്കര ടൈറ്റാണ്. താഴ്ന്ന് എടുത്ത് നോക്കിയാലോ. നമുക്കെന്തായാലും ബോക്സ് ഒന്നും പൊട്ടിക്കാണ്ട് എടുക്കണം. ഞാൻ എന്തായാലും ഒന്ന് എടുത്തിട്ട് തിരിച്ചു തരാം.
അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാൻ കുറച്ച് പണി വിട്ടു, പക്ഷേ നമ്മൾ ഓപ്പൺ ചെയ്ത് ലാസ്റ്റ്. അപ്പോൾ നമുക്കിത് എന്തായാലും എടുക്കാം. അതായത് നമ്മൾ ഉള്ളിൽ നിന്ന് പ്രോഡക്റ്റ് എടുത്തൊക്കെയാണ്. അപ്പോൾ ഒരു പച്ച കളർ തന്നെയാണ്. ഇതൊരു ആക്ച്വലി മാറ്റ് ഫിനിഷ് പോലെ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ മാറ്റ് ഫിനിഷ് പോലെ തന്നെ ഉണ്ട്. ചെറിയൊരു പ്രൊഡക്റ്റ് തന്നെയാണ്, ഒരു കോമ്പാക്ട് സാധനം തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ മാത്രമേ നമുക്ക് ബ്രാൻഡിങ് വരുന്നുള്ളൂ കേട്ടോ ബോട്ടിൻ്റെ. അതും ചെറുതായിട്ടൊരു ലൈറ്റ് പോലെയൊക്കെയാണ്, ബ്ലാക്ക് കളറും അങ്ങനെ അതൊന്നും അല്ല. ബിൽഡ് ക്വാളിറ്റി ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. നമുക്ക് താഴെ ഒരു എന്താ പറയുക, ഒരു റീസെറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പെയർ ചെയ്യാനുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട്. ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹെഫ്റ്റും ചെറുതായിട്ട് വരുന്നുണ്ട്. ഒരു LED ഇൻഡിക്കേറ്റർ കൂടെ കാണാം നിങ്ങൾക്ക്. ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണല്ലോ കേട്ടോ, വേറെ ഒന്നുമില്ല. നമുക്ക് എന്തായാലും ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് എന്തൊക്കെ ബോക്സിൽ കിട്ടിയെന്ന് നോക്കാം ആദ്യം. എന്നിട്ട് നമുക്ക് നമ്മുടെ മെയിൻ സംഭവത്തിലേക്കൊക്കെ പോവാം. ഇതിലൊരു അട്ടിക്കണക്കിന് ഇവരുടെ ഒരു ഫാംലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എയർഡോപ്പിൻ്റെ ഒരു മാനുവൽ വന്നിട്ടുണ്ട്. എയർഡോപ്പ് 30 FAQ കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇതെന്താ റെഡി മീ ബിഫോർ യൂസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഈ എന്താ പറയുക സെലിബ്രിറ്റീസിൻ്റെ കാർഡ് കുറേ ഉണ്ട്, ഇങ്ങനെ ഈ പരിപാടി കുറേ ഉണ്ട് ഇവർക്ക്. അതുപോലെ തന്നെ ഈ ഹോൾ എന്താ പറയുക, അതൊരു ബുക്കാണ്, ബോട്ടിൻ്റെ കുറേ ബുക്കാണ്. അവരുടെ കുറേ പ്രൊഡക്റ്റ് സെൻഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ബുക്കാണ്. പിന്നെ വാറണ്ടി കാർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു കേബിൾ മിസ്സിങ് ആണല്ലോ. കേബിൾ ഇതിലുണ്ട്. അതിൽ നമുക്കൊരു കേബിൾ വരുന്നുണ്ട്, ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്. ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു എന്താ പറയുക, അതിൻ്റെ ഒരു ബഡ്സ് ഒരു എക്സ്ട്രാ 2 വരുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇത് പുറത്തേക്ക് എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ അതും മാറ്റി വയ്ക്കാം. ഓക്കെ, പാക്കേജിങ് ഒക്കെ ഒരു ആവറേജ് തന്നെയാണ് കേട്ടോ. ടോപ്പ് മാച്ച് ഒന്നും പറയാനില്ല, പക്ഷേ ആവറേജ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ പറയാം. എന്താ വെച്ചാൽ നമുക്ക് തൊടുമ്പോൾ തന്നെ അതിൻ്റെ ഫീൽ വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ക്വാളിറ്റിക്ക് നല്ല പ്ലാസ്റ്റിക് ക്വാളിറ്റി തന്നെയാണ്. ഒരു കളറ് ഒരു മൾട്ടി കളർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായെന്ന് തോന്നുന്നു. ഇതിൻ്റെ എന്താ പറയുക, അടപ്പിൻ്റെയും അതുപോലെ ഈ ലിഡിൻ്റെയും ഒക്കെ ക്വാളിറ്റി നല്ല തന്നെയാണ്. നമുക്ക് എന്തായാലും ഇത് തുറന്നിട്ട് നിലത്തേക്ക് പോകുന്നുണ്ടോ നോക്കാം. പോകുന്നില്ല. നമുക്ക് മാഗ്നറ്റിക് അത്യാവശ്യം നല്ല എഫക്റ്റ് കിട്ടുന്നുണ്ട്. മാഗ്നറ്റിക് എഫക്റ്റ് നല്ല അത്യാവശ്യം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് LED ബ്ലിങ്ക് ചെയ്യുന്നത് കാണുന്നതായിരിക്കും. പെയറിംഗ് മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പെയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊബൈൽ കൊണ്ടുവരാൻ അടുത്തേക്ക് നമുക്ക് നമ്മുടെ മൊബൈലിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്യണ്ടേ. ബ്ലൂടൂത്ത് ഞാൻ ഓൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ബ്ലൂടൂത്ത് ഓൺ ചെയ്തു. അപ്പോൾ നമ്മുടെ കുറേ സംഭവങ്ങൾ വന്നു. താഴെ നമുക്ക് നോക്കി വെക്കാം വന്നോന്ന്. അതോ ഇനി ഇയർബഡ് പുറത്തേക്ക് എടുക്കേണ്ടി വരുമോ എന്ന് നമുക്ക് നോക്കി വെക്കാം. ലിഡ് ഓപ്പൺ ചെയ്താൽ നോർമലി വരേണ്ടതാണ്. ചിലതിലൊന്നും അങ്ങനെ സപ്പോർട്ട് വരാറില്ല. ഇതിൽ നമുക്ക് നോക്കി വെക്കാം. നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവുന്നുണ്ടോ നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മ്യൂസിക് ക്വാളിറ്റിയും അതുപോലെ തന്നെ കോൾ ക്വാളിറ്റിയും നമുക്ക് എന്തായാലും നോക്കി നോക്കിയിട്ട് ഞാൻ എന്തായാലും എൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാം. എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ പ്രൊഡക്റ്റും പുറത്തേക്ക് എടുക്കണമെന്ന് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതുവരെ ഡിറ്റക്ട് ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും നമ്മുടെ ഇയർബഡ് പുറത്തേക്ക് എടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ നമ്മുടെ ഈ എന്താ പറയുക കേസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഉള്ളിലത്തെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നന്നായിട്ടുണ്ട്. ഉള്ളിൽ അത്യാവശ്യം ഉണ്ടോ. നമ്മളിത് എടുത്തപ്പോഴാണ് ഇത് ഡിറ്റക്ട് ചെയ്തത്. ഇപ്പോൾ എയർഡോപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇയർബഡുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ലൈറ്റ് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്യാണ്. പെയറിംഗ് മോഡിലേക്ക് പോവാണ്. പെയറിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെയറിംഗ് കൊടുത്തു. നമുക്ക് അടയ്ക്കാം. പെയറിംഗ് ആയിട്ടുണ്ട്. ഓൾറെഡി 100% ആണ്. നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഹൈ ക്വാളിറ്റി ഓഡിയോയുടെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ കോൺടാക്ട് ഷെയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കി എക്സ്ട്രാ വേറെ സംഭവങ്ങളൊന്നും വരുന്നില്ല. ഫോൺ കോൾസ് മീഡിയ കോൾസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതുമ്മയും ചെറുതായിട്ടൊരു ലൈറ്റ് വരുന്നുണ്ട്. രണ്ടെണ്ണത്തിനും ചെറുതായിട്ട് നമ്മൾ പെയർ ചെയ്യാൻ നോക്കിയപ്പോൾ പെയറിംഗ് മോഡിലാകുമ്പോൾ ചെറിയ ലൈറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഒരു ചെറുതായിട്ട് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് ആക്ച്വലി കോൾസിനൊക്കെ നമ്മൾ അത്യാവശ്യം ഇപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് കോളിനായിരുന്നു. അപ്പോൾ കോള് ഒരു 90% ഒക്കെ ഓക്കെയാണ്. നമുക്ക് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ റൂമിലും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്ലിയർ ക്ലാരിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. വലിയ പ്രോബ്ലമൊന്നുമില്ല. അത്യാവശ്യം ചെറിയൊരു എൻവിറോൺമെൻറ്റ് നോയ്സ് ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് ഒരു കാറ്റിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ റോഡിലൊക്കെ നല്ല ബിസി റോഡിലൊക്കെ ഒന്നും അധികം പ്രതീക്ഷിക്കേണ്ട കേട്ടോ. പക്ഷേ ഒരു 1200 1300 റേഞ്ചിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വോയിസ് ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ എന്തായാലും പറയും. എന്താ വെച്ചാൽ ഒരു ഞാൻ പറയാണ്, നമ്മൾ പ്രൈസ് നോക്കിയിട്ട് വേണം ഞാൻ പറയുന്നത് കേട്ടോ. പ്രൈസിൻ്റെ നോക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി പറയുന്നത്. ഒരു ആവറേജ് ക്വാളിറ്റി വോയിസ് ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ഇതിന് ആക്ച്വലി ഇതുമ്പോൾ നമുക്കിവിടെ ഒരു രണ്ട് മൈക്ക് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ മോൾ സൈഡിലായിട്ടും താഴെ സൈഡിലായിട്ടും നമുക്ക് 2 മൈക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഉള്ളിലായിട്ട് നമുക്കൊരു സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈനും ആക്ച്വലി നമ്മുടെ ഇപ്പോൾ ഈ ഒപ്പോൻ്റെ റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു എന്താ പറയുക എയറിൻ്റെ ക്വാളിറ്റിയൊക്കെയാണ്. നമുക്ക് ഒപ്പോൻ്റെ എയർ പ്രോ എന്ന് പറഞ്ഞ സംഭവത്തിലൊക്കെ നമുക്ക് റീസെൻ്റ്ലി അവരൊരു ANC സപ്പോർട്ടുള്ള ഒരു TWS ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡിസൈനാണ് ഇതിന് വന്നേക്കുന്നത്. പക്ഷേ നല്ല പ്രീമിയം ക്വാളിറ്റി തോന്നുന്നുണ്ട്. നല്ല ഒരു എന്തായാലും ഒരു 1200 1300 റേഞ്ചിന് മുകളിൽ എന്തായാലും തോന്നുന്നു നമ്മുടെ ഇതിൻ്റെ, പ്രത്യേകിച്ച് ഈ ഇയർബഡിൻ്റെ ക്വാളിറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഞാൻ എന്തായാലും നമ്മുടെ പാട്ട് വെച്ച് നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഒരു റീസെൻ്റ്ലി ഒരു നല്ല പാട്ട് വെച്ച് നോക്കാം. നമ്മളെന്തായാലും ഗാന തപ്പാണ്.
ഇതിൽ ഓൾറെഡി നമുക്ക് വന്നപ്പോൾ തന്നെ 100% ബാറ്ററി ഉണ്ടായിരുന്നു കേട്ടോ. അത് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല. ഓൾറെഡി ഫുൾ ചാർജ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത സ്ഥിതിക്ക് പക്ഷേ സീലും കാര്യങ്ങളൊക്കെ സീൽഡ് തന്നെയായിരുന്നു. പക്ഷേ എന്തായാലും ഫ്രഷ് ഡിവൈസ് എടുക്കുമ്പോൾ ഒരു ഫുൾ ചാർജ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഫുൾ ചാർജ് മാത്രമല്ല, ഒരു എക്സ്ട്രാ ചാർജ് കൂടി കയറുന്നത് നല്ലതാണ്. ഒരു മിനിമം ഒരു 15 minutes ഒക്കെ എക്സ്ട്രാ ഫുള്ളായി കഴിഞ്ഞാലും ചെയ്യുന്നത് നല്ലതാണ്, നമ്മുടെ ബാറ്ററിക്ക് നല്ലതാണ്. അപ്പോൾ നമ്മളെന്തായാലും ഒരു പുതിയ പാട്ട് വെച്ച് നോക്കാൻ പോവാണ്. എന്തായാലും എന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ പറയാം. വലിയ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇതിൽ ചിലപ്പോൾ സൗണ്ട് വരുന്നില്ല, ചില സമയത്ത് സൗണ്ട് വരുന്നില്ല. ഇതെന്തോ ഒരു ഡിഫക്റ്റീവ് പീസാണെന്ന് തോന്നുന്നില്ല. നമ്മളെന്തായാലും റീസെറ്റ് ചെയ്ത് നോക്കിയിട്ട് തിരിച്ചു വരാം. ഇനിയിപ്പോൾ റീസെറ്റായിട്ട് ശരിയായെങ്കിലോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പെയറിങ് ഇഷ്യൂ ആയിരുന്നു അത്. ആക്ച്വലി പെയറിങ് ഇഷ്യൂ ആയിരുന്നു. നമ്മളത് റീസെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി കണ്ടു ചെയ്തപ്പോൾ ആക്ച്വലി ശരിയായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് ഞാൻ പറയുള്ളൂ. ബാസ് ഒരു എന്താ പറയുക, ഒരു 60% ഹൈ, ഭയങ്കര ബാസ് ഞാൻ പറയില്ല, എന്നാലും ഒരു അത്യാവശ്യം ബാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ നോയ്സ് ക്വാളിറ്റിയും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്താ പറയുക, ഗെയിമിങ്ങിലും അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ വലിയ ക്വാളിറ്റി ഇല്ല. പിന്നെ നമുക്ക് ബീസ്റ്റ് മോഡ് എക്സ്ട്രാ നമുക്ക് കിട്ടുന്നുണ്ട്, ടച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാ സംഭവങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു ആവറേജ് പ്രൊഡക്റ്റ് തന്നെ എന്തായാലും ഞാൻ പറയുള്ളൂ. പിന്നെ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ ഒരു ആവറേജ് പ്രൊഡക്റ്റ് തന്നെയാണിത്. നിങ്ങൾക്ക് എന്തായാലും ഒരു 1500 താഴെ ബഡ്ജറ്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നോക്കാൻ പറ്റുന്ന ഒരു TWS ആയിട്ട് ഞാൻ എന്തായാലും പറയും. പക്ഷേ ഇതിനായിട്ടും കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇത് 121 Pro ആണ് നമുക്ക് വന്നത്. നമുക്ക് അതിൻ്റെ മുമ്പിൽ ഒരു ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് നിങ്ങൾ കണ്ടായിരിക്കും. ഇപ്പോൾ ആമസോണിൽ റീസെൻ്റ്ലി ലോഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ തന്നെ അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്, 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ കൂടി വന്നിട്ട് നമുക്ക് എന്തായാലും നമുക്ക് നോക്കിയൊക്കെ എനിക്ക് തോന്നുന്നു അതിനായിരിക്കും കുറച്ചുകൂടി ഒരു ക്വാളിറ്റി വരുന്നതെന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ട് അത് ആക്ച്വലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രൈം ലോഞ്ചിൽ. അതിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ പ്രൈം ലോഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ കേട്ടോക്കിയപ്പോൾ എനിക്ക് ഇതിലും കേട്ടോക്കിയപ്പോൾ അതിലായിട്ടാണ് ഒരു കുറച്ചും കൂടി ക്വാളിറ്റി തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മളതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ചെയ്തിട്ട് നമുക്ക് എന്തായാലും എനിക്ക് തോന്നുന്നത് ഇതിനായിട്ട് നല്ല അതാണെന്ന് എനിക്ക് തോന്നുന്നു. ആക്ച്വലി കേട്ട് നോക്കിയിട്ട് ആ ഓർമ്മ വെച്ച് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. എന്തായാലും നമുക്ക് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് നോക്കിയിട്ട് നമുക്ക് ഞാൻ ഇതിൻ്റെ തമ്മിലൊരു റിവ്യൂ പറയാം. എന്താ വെച്ചാൽ ആക്ച്വലി 100 ഡിഫറൻസ് ആണ് ഇത് രണ്ട് തമ്മിലുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ അതിലാണ് കൂടുതൽ, അതിന് ശരിക്കും 100 കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടി ബെസ്റ്റ് ബൈ തോന്നുന്നു. പക്ഷേ എന്നാലും ഇത് കുഴപ്പങ്ങളൊന്നുമില്ല, വാങ്ങിച്ചു നോക്കാൻ, ഡയറക്റ്റ് വേണമെങ്കിൽ വാങ്ങിച്ചു നോക്കാൻ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ആമസോണിൽ ഇല്ല കേട്ടോ, അത് ഫ്ലിപ്കാർട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബോട്ടിൻ്റെ ഡയറക്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാം. എല്ലാത്തിനും സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാം കൊണ്ട് റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാം. അതിൽ നമ്മൾ എല്ലാത്തിനും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നിങ്ങൾക്ക് ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.